ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞങ്ങൾ വെട്ടിയുടെ പോവുകയാണ്. കുറേ നാളുകൊണ്ട് ആലോചിക്കുകയാണ് വെട്ടിയുടെ പോകണം. പക്ഷേ ഭയങ്കര തടസ്സങ്ങളായിരുന്നു, പോകാൻ നേരത്തെ തടസ്സങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ പെട്ടെന്ന് വെച്ച് തീരുമാനിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കാൻ വേണ്ടി പോയി. അങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ അത് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ട് നടക്കും. ഇച്ചിരി വൈകിയായിരുന്നാലും അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. എനിക്കത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്കും അച്ഛനും അമ്മ എത്തി. ഞങ്ങൾ നേരെ കുരിശടി കയറി പ്രാർത്ഥിച്ചു, കാണിക്കയിട്ടു. നമ്മൾ നേരെ ഇനി പള്ളിക്കകത്താണ് പോകുന്നത്. അങ്ങനെ പള്ളിക്കകത്ത് കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. പിന്നെ അവൾ ഞങ്ങളവിടെ വന്നില്ല. അച്ഛനമ്മയും കണ്ടപ്പോൾ അച്ഛനമ്മേൻ്റെ കൂടെ പോയി. പിന്നെ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഷെഫ് പിള്ളേരാണ് പോയത്. ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അവൾക്കൊരു ജ്യൂസ്, അവൾ ബിരിയാണി കൊടുത്ത് അവൾ അങ്ങനെ കഴിച്ചില്ല. ഞങ്ങൾക്കൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. അതും കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്ന്. വീട്ടിലധികം കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അത് വാങ്ങാനായിട്ട് ക്യാൻറ്റീനിലാണ് വന്ന്, ചേട്ടൻ്റെ പോലീസ് ക്യാൻറ്റീനിലാണ് നമ്മൾ സാധനങ്ങൾ എടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ ബില്ല് പേ ചെയ്യാനായിട്ടായിരുന്നു ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഇവിടെ നേരെ പോയത് വിസ്മയിലാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അവിടെ പോയപ്പോൾ അവൾക്ക് ഊഞ്ഞാലാടണമായിരുന്നു. പിന്നെ അവൾ ഊഞ്ഞാലാട്ടിയതിന് ശേഷം ഞങ്ങൾ സാധനം വാങ്ങാനായിട്ട് കയറി. അങ്ങനെ സാധനം എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പാർക്കിലോട്ട് പോവുകയാണ്. പാർക്കിലോട്ട് പോയപ്പോൾ പിങ്കി ചേച്ചിയും വേഗേട്ടൻ നിൽപ്പുണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. ഇങ്ങനെ ആലപ്പുഴയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വെക്കേഷന് വേണ്ടി വന്നതാണ്. ഇവരെ കണ്ട് കുറേ നാൾ, കഴിഞ്ഞ ഡിസംബറിന് കണ്ടതാണ്. ആ വെക്കേഷന് വന്നതാണ്. എൻ്റെ ഷവർ എപ്പോഴാണ് കാണുന്നത്. പിന്നെ ചാച്ചി പിന്നെ അവരെ കണ്ടതും അവരെ പിറകെ അങ്ങ് പോയി. പിന്നെ അവരും അതുപോലെ തന്നെ അവളെയും കൊണ്ടാണ് പോകുന്നത് എല്ലായിടത്തും. അങ്ങനെ മാക്സിമം അവരെല്ലാത്തിലും കയറിയിട്ടുണ്ട്. ചാച്ചിയും കൂടെ എല്ലായിടത്തും കയറിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിള്ളേരവിടെ എൻജോയ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോകണം. ഒരാളെ വിളിക്കുമ്പോൾ ഒരാളങ്ങോട്ടും. അങ്ങനെ ഒരുവിധം എല്ലാവരും വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അവരും അവിടെ നിന്ന് ഇറങ്ങി, കൂടെ ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.